നമസ്കാരം, ഞാൻ ചെല്ലപ്പൻ. വെൽക്കം ടു ടോൾ പ്ലാസ. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. BJPക്ക് കോർപ്പറേഷൻ ഭരണമാണ് കിട്ടിയത്, അല്ലാതെ സംസ്ഥാന ഭരണമല്ല. പുതിയ മേയറുടെയും കൗൺസിലർമാരുടെയും അണികളുടെയും ഭാവം കണ്ടാൽ ഇനി ഈ കേരള സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് അവരാണെന്ന് തോന്നുന്നു. അവരൊരുമാതിരി പ്രത്യേക ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെയാ കണ്ടത്. ഞാൻ ഒരു ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ? ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അത് ശരി. VK പ്രശാന്ത് MLA നെയിം ബോർഡിന് മുകളിൽ R ശ്രീരേഖ തന്റെ പേരിൽ നെയിം ബോർഡ് സ്ഥാപിച്ചു. നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഭാരത് മാതാവിനെ കാക്കാൻ. എന്താ അല്ലേ, ഈ ചെല്ലപ്പിനൊരു അപേക്ഷയുണ്ട്. പാപം വാർഡ് മെമ്പർമാർക്കും ഓരോ ഓഫീസ് വീതം കൊടുക്കണം. അവരും ജനപ്രതിനിധികളല്ലേ. നിയുക്ത തിരുവനന്തപുരം മേയർക്കും എന്തോ പറയാനുണ്ടത്രേ. സ്മാർട്ട് സിറ്റിയുടെ പണോപയോഗിച്ചാണ് ബസ് വാങ്ങിയിരിക്കുന്നത്. ഈ പറയുന്നതിന്റെ പിന്നിൽ തിരുവനന്തപുരത്തും അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നഗരത്തിൽ ഇറക്കിയത്. ഈ 113 ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം നല്ലൊരു ഭാഗം ബസ്സുകൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണമില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപ, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപ, ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചത്. ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നു. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പൊ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പോൾ ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് 113 ബസ് ഉണ്ടായിട്ട് പോലും സിറ്റിയിൽ മുഴുവൻ ഓടാൻ വേണ്ടി സാധിക്കാത്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിൽ നല്ലൊരു ഭാഗം ബസ്സുകൾ മറ്റു പല സ്ഥലത്തുമാണ് ഓടുന്നത് മനസ്സിലായത്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC. കാരക്കോണത്ത് ഒരു ഇലക്ട്രിക് ബസ് ഓടിയിട്ടുണ്ട്. 3-4 ബസ് നെയ്യാറ്റിക്കര ഡിപ്പോ ഇവിടെ KSRTC ഗ്യാരേജിലുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അവിടെ ആളിനോട്ട് അന്വേഷിച്ചപ്പോഴേക്കും ഒരു ബസ് ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിക്ക് വേണ്ടി തന്ന ബസ് എങ്ങനെയാണ് നെയ്യാറ്റിക്കര KSRTC ഗ്യാരേജിൽ കിടക്കുന്നത്? അടിയന്തരമായിട്ട് അതൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഇത് കണിയല്ല, കെണിയാ. നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിങ്കര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല, ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല. അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം, മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ കൊണ്ടില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100-1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നും. ഗണേഷ് കുമാറിന്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കാത്തത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ഇനി ഒരു ചെറിയ പാട്ട് കേട്ടിട്ട് വരാം. പുതിയ ഗായകനാണ്. സ്വർണം കണ്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ, കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ, ഇന്ത്യ മുന്നണി ഒറ്റക്ക്. വയലാറെഴുതുപോലെ അദ്ദേഹം എയിംസ് പ്രഖ്യാപിക്കാനല്ലല്ലോ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ പറയാനാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചാണ് വരുന്നത്. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമായിരിക്കും.
പക്ഷേ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെയും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെയും ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ജി. അപ്പൊ പിന്നെ ചെല്ലപ്പൻ അങ്ങോട്ട് അടുത്ത ട്രോളുകളുമായി വീണ്ടും കാണാം. ചെല്ലപ്പൻ സൈനിങ് ഓഫ്.